നമസ്തേ. പാതഞ്ജല യോഗസൂത്രം സമാധിപാദം സൂത്രം 15. സൂത്രം 14, 12, 13, 14 സൂത്രങ്ങളിൽ നമ്മൾ അഭ്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ എന്നുള്ളതാണ് 12ാമത്തെ സൂത്രം. അതിലെ അഭ്യാസത്തെക്കുറിച്ച് പറയുന്നു. അഭ്യാസം നിരന്തരമായി ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾക്ക് ഏകാഗ്രതയിലേക്ക് എത്തിച്ചേരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഏകാഗ്രതയിലേക്ക് എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എത്തിച്ചേരുന്ന ഒന്നാണ് വൈരാഗ്യാവസ്ഥ. വൈരാഗ്യം അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ നിരന്തരമായ അഭ്യാസം തുടരേണ്ടതുണ്ട്. വൈരാഗ്യാവസ്ഥ എന്ന് പറയുന്നതാണ് സമാധി, സംപ്രജ്ഞാത സമാധി എന്ന് പറയും. ആ സംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത് തന്നെ 4 തലങ്ങളുണ്ട്. അതും കഴിഞ്ഞ് അസംപ്രജ്ഞാത സമാധി, സംപ്രജ്ഞാത സമാധി അല്ലാത്ത മറ്റൊരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിൻ്റെയും പൂർണ്ണതലത്തിലെത്തുമ്പോഴാണ് കൈവല്യം, മോക്ഷം, മാനസികമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക. ദൃഷ്ടാനുശ്രവിക വിഷയ വിതൃഷ്ണസ്യ വശീകാരസഞ്ജ്ഞ വൈരാഗ്യം. ഈ വൈരാഗ്യത്തിൻ്റെ ഈ വൈരാഗ്യാവസ്ഥയുടെ പേര് വശീകാരം എന്നാണ്. വശീകാരം, ദൃഷ്ടം, ഇന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞത്. ഇപ്പം ലൈംഗികമായ സുഖങ്ങൾ, അതുപോലെ ഭക്ഷണം, വസ്തുക്കൾ, ഭൗതിക വസ്തുക്കൾ, ഇങ്ങനെയുള്ളവയോടുള്ള ആർത്തി, അതാണ് ദൃഷ്ടം എന്ന് പറയുന്നത്. മറ്റൊന്ന് അനുശ്രവികം, കേൾക്കുന്നത്, കേട്ടറിവ്. സ്വർഗത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, അങ്ങനെയുള്ള അറിവുകൾ, അതിനോടുള്ള താല്പര്യം. അനുശ്രവിക വിഷയം, ഭൗതികവും അഭൗതികവുമായ വിഷയങ്ങൾ, മാനസികമായി നമ്മളുടെ ഉള്ളിലുള്ള രാഗദ്വേഷങ്ങൾ, മതമാത്സര്യങ്ങൾ, അതാണ് അഭൗതികമായ വിഷയം. മറ്റ് ഭൗതികമായ വിഷയം നമ്മുടെ ചുറ്റുവട്ടമുള്ള നമ്മൾ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെ. നേരത്തെ പറഞ്ഞ ദൃഷ്ടവും അനുശ്രവികവുമായ വിഷയങ്ങളും ഇതിൽ വരും. അപ്പം അത്തരം വിഷയങ്ങളും വിതൃഷ്ണസ്യ, അതിനോട് തൃഷ്ണ ഇല്ലാതിരിക്കുക, അതിനോട് താല്പര്യമില്ലാതിരിക്കുക. വശ എന്നാൽ കൺട്രോൾ ചെയ്യുക എന്നാണ് അർത്ഥം. ബോധപൂർവമായ നിയന്ത്രണമാണ്. ചില സന്യാസ സംഘങ്ങൾ, ചില മതവിഭാഗങ്ങളൊക്കെ ഇതറിയാതെ തന്നെ ഇന്ദ്രിയങ്ങളെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഇന്ദ്രിയങ്ങളെ കട്ട് ചെയ്തിട്ട് ഈ ഇഷ്ടങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കും. അതല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് ആ വിഷയത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട്, അതിനെക്കുറിച്ച് ചിന്തിച്ച്, അത് മനസ്സിലാക്കി, അതിൻ്റെ നിഷ്ഫലത, അതിൽ ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിർമ്മമമായിരിക്കുന്ന അവസ്ഥയാണ് വശ എന്ന് പറയുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. വശീകാരം എന്ന് പറയുന്ന വൈരാഗ്യാവസ്ഥ. നമ്മൾ ഈ വൈരാഗ്യാവസ്ഥയിലേക്ക് എത്തിയോ എന്ന് നമ്മൾക്ക് സ്വയം പരിശോധിക്കാവുന്നതാണ്. അതിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാമത്തത് ആസക്തി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയ ലഭ്യമായ സുഖങ്ങളിലും വസ്തുക്കളിലും ഒന്നും എന്തുണ്ടാവാൻ പാടില്ല, ആസക്തി ഇല്ലാതിരിക്കുക, അതിനോട് അമിതമായ താല്പര്യം ഇല്ലാതിരിക്കുക എന്നാണ്. വളരെ ലഭ്യമാകുന്നതിൽ, ലഭിക്കുന്നതിൽ ആസ്വദിക്കുക എന്നുള്ളതല്ലാതെ അതിന് വേണ്ടി കൂടുതൽ സമയം പരിശ്രമിച്ച് അത് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവില്ല. ഇല്ലെങ്കിലില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാകും. അതാണ് ഒന്നാമത്തെ അവസ്ഥ, ആസക്തി ഇല്ലാതിരിക്കുക. പിന്നെ വിരക്തിയാണ്, വേണ്ട എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ. വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട, നമ്മളൊരു ഒരു തീരുമാനം എടുക്കുന്ന, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വസ്തു നമ്മൾ ഉപേക്ഷിക്കുന്നു. തിരിച്ചറിഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അത് വേണ്ട എന്ന് വെക്കുക. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു തലം. മൂന്നാമത്തത് ഏകാഗ്രതയാണ്, അചഞ്ചലമായ ഏകാഗ്രത. നമ്മൾ നേരത്തെ പറഞ്ഞു അഭ്യാസം നിരന്തരമായി ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിരന്തരമായ അഭ്യാസം തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളെ തിരിച്ചറിയുകയും
ആ ചിത്തത്തിൻ്റെ ഏകാഗ്രതയിലേക്ക് നമ്മൾ കൂടുതൽ 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 ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതെല്ലായ്പ്പോഴും അങ്ങനെ ചെയ്തു. നമ്മൾ എന്തെല്ലാം കർമ്മ വ്യാപാരങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാലും ഏകാഗ്രതയ്ക്ക് യാതൊരു ഭംഗവും വരില്ല. അപ്പോഴും നമ്മൾ മാനസികമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സുഖം നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ അറിയുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെ അതിന് നമ്മൾക്ക് എന്ത് വേണം? ഏകാഗ്രത, അചഞ്ചലമായ ഏകാഗ്രത ആവശ്യമാണ്. പിന്നെ ഒന്നാണ് സമചിത്തത. സമചിത്തത എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങൾ വരുമ്പോഴും ഈ ദ്വന്ദ്വങ്ങളുണ്ടല്ലോ, ശീതോഷ്ണം, ലാഭം നഷ്ടം, സുഖദുഃഖം എന്നൊക്കെ ഉള്ള ദ്വന്ദ്വങ്ങൾ, ആ ദ്വന്ദ്വങ്ങളിൽ സമചിത്തതയുണ്ടാവും. എന്തായാലും പ്രശ്നമില്ലാത്തൊരു മാനസികാവസ്ഥ. ലാഭം വന്നാലും നഷ്ടം വന്നാലും സുഖം വന്നാലും ദുഃഖം വന്നാലും എല്ലാത്തിലും ഒരേപോലെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് അതിൻ്റെ ഒരു മൈൻഡിന് ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടായി വരും. ആ അവസ്ഥ ആണ് സമചിത്തത എന്ന് പറയുന്നത്. അതും ഈ വശീകാരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം നമ്മൾ തന്നെ നമ്മളെ പ്രവർത്തനങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കുക. നമ്മൾ ആ ഒരു വൈരാഗ്യാവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ നമ്മളതിൽ ഒരു ആനന്ദം അനുഭവിക്കും. ഇത്രയും കാലം അല്ലേ മദ്യപിച്ച് മതോന്മത്തനായി നടന്ന ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, മദ്യപിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ, അവരുടെ ഒപ്പം ഇരിക്കുമ്പോഴും മദ്യം കഴിക്കാതിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സുഖമുണ്ട്, ഒരു ആനന്ദമുണ്ട്. അതുപോലെ എല്ലാ വിഷയങ്ങളിലും ആ ഒരു ആനന്ദം അനുഭവിക്കാൻ വേണ്ടി കഴിയും. അത് സ്വയം പരിശോധിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഈ വശീകാര എന്ന് പറയുന്ന വൈരാഗ്യാവസ്ഥയുടെ ഏറ്റവും ഉയർന്ന തലമാണ്. ഇതിനൊക്കെ വിഷയങ്ങളുണ്ട്. ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം ഭക്ഷണത്തോടുള്ള താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ബേസ് ഉണ്ട് ഇതിന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വൈരാഗ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന വൈരാഗ്യമാണ് ഈ വശീകാര എന്ന് പറയുന്ന വൈരാഗ്യം. വശീകാര വൈരാഗ്യത്തിന് തൊട്ട് മുമ്പുള്ള 3 വൈരാഗ്യാവസ്ഥയുണ്ട്. ഒന്നാമത്തെ വൈരാഗ്യം യാത്മന വൈരാഗ്യം എന്നാണ്. രണ്ടാമത്തത് വ്യതിരേക വൈരാഗ്യം. മൂന്നാമത്തത് ഏകേന്ദ്രിയ വൈരാഗ്യം. യാത്മന വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈരാഗ്യം അവസ്ഥയിലേക്ക് ആരംഭിക്കുന്നു, പ്രവേശിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഈ ഇങ്ങനെയുള്ള ഇതൊന്നും വേണ്ട, ഇത് താല്പര്യമില്ല, നമ്മൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പിൽ നിന്നൊക്കെ നമ്മൾ വേറിട്ട് നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നെല്ലാം കുറച്ച് അതിൽ നിന്നെല്ലാം മാറി നമ്മൾ ഏകാഗ്രതയിലേക്ക്, ഏകാന്തതയിലേക്ക് ഇങ്ങനെ മാറി പോകും. സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മോചനം നേടാനൊക്കെ ശ്രമിക്കും. അതാണ് യാത്മന വൈരാഗ്യത്തിൻ്റെ ലക്ഷണം. രണ്ടാമത്തത് വ്യതിരേക വൈരാഗ്യമാണ്. ചില വസ്തുക്കളോട് താല്പര്യമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ചില വസ്തുക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുക. ഇനി മുതൽ ഞാൻ പഞ്ചസാര കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുക. പാലൊഴിച്ച ചായ കഴിക്കുന്നില്ല എന്ന് വെറും കട്ടൻ, മധുരമില്ലാത്ത കട്ടൻ കഴിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറേ സാധനങ്ങൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുതൽ ഞാനത് ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. അത് ശരീരത്തിന് അത്ര നല്ലതല്ല. നമ്മൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഉപേക്ഷിക്കുന്നത്. അത് എനിക്ക് ഹാംഫുള്ളാണ്, അതെൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് തടസ്സമാണ് എന്ന് തിരിച്ചറിയുകയും നമ്മളത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സുഖം അനുഭവിക്കും, നമ്മളൊരു ആനന്ദം അനുഭവിക്കും. അതാണ് വ്യതിരേക വൈരാഗ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഏകേന്ദ്രിയം. ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തെ നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. ഒരു ഇന്ദ്രിയത്തിൽ നമ്മൾ ആധിപത്യം സ്ഥാപിക്കുക. അപ്പം ഏറ്റവും നമ്മളെ മാർഗത്തിൽ നമ്മുടെ പോക്കിന് തടസ്സമായി നിൽക്കുന്നത് ഏത് ഇന്ദ്രിയമാണെന്ന് സ്വയം തിരിച്ചറിയുക. ചിലപ്പോൾ ഭക്ഷണമായിരിക്കും. അപ്പോൾ രുചി ഭേദങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ ഭക്ഷണം അങ്ങനെ കഴിച്ച് അജീർണമൊക്കെ ബാധിക്കും, വയറൊക്കെ ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥയൊക്കെ എത്തുന്നുണ്ടാവും. പക്ഷെ അത് തിരിച്ചറിയുന്നുണ്ട്, ഇതൊന്നും കഴിക്കണ്ട, ഇനി എന്തൊന്നും വേണ്ട എന്ന് നമ്മൾ പറയും. പക്ഷെ പിന്നെയും ഇതേ അവസ്ഥ എത്തുമ്പോഴത്തേക്ക് ഇന്നല്ലേ, ഇന്ന് മതി, ഇന്നത്തോടു കൂടി നിർത്തും എന്ന് പറഞ്ഞിട്ട് അന്നും കഴിക്കും. പിന്നെയും മറ്റൊരു അവസരം വരുമ്പോഴത്തേക്ക് വീണ്ടും. അപ്പോൾ അത് തിരിച്ചറിയണം. നമ്മൾ ആ നാവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നുണ്ട്, ഞാൻ നാവിനെ കീഴ്പ്പെട്ടിരിക്കുന്നുണ്ട്, അതൊക്കെ എൻ്റെ ശരീരത്തിന് മോശമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഇന്ദ്രിയത്തെ മാത്രം നിയന്ത്രിക്കുക. ഇനി മുതൽ കഴിക്കുന്നില്ല എന്ന് മനസ്സിൽ തീരുമാനിക്കുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോകാതിരിക്കും. ചിലപ്പോൾ ആ സാഹചര്യം തന്നെ നമ്മൾ
ഉപേക്ഷിക്കേണ്ടി വരും, ആ സാഹചര്യത്തിൽ നിന്ന് മാറേണ്ടി വരും. ചിലപ്പോൾ ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങുകയും ഒരു ഫൈറ്റ് മോഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങുകയും ആ ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം നിന്നുകൊണ്ട് ആ ഭക്ഷണം വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുക. അങ്ങനെ പല രീതിയിൽ അത് ചെയ്യാം. നമ്മൾക്കുള്ള മാനസിക ധൈര്യം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. നാലാമത്തതാണ് വശീകരം. എല്ലാ തലത്തിലും വിജയം നേടുന്നു എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോഴും അതിൽ 11ാമത്തെ ഇന്ദ്രിയമാണ് മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സിനെയും നമ്മൾ ജയിക്കാൻ പോകുന്നതാണ് ഈ വശീകാരം എന്ന് പറയുന്ന വൈരാഗ്യാവസ്ഥ. അതിനെ അപരവൈരാഗ്യം എന്ന് പറയും. അപരവൈരാഗ്യം എന്ന് പറയും. വൈരാഗ്യത്തെക്കുറിച്ച് ഭഗവത്ഗീതയിലും ഉപനിഷത്തുകളിലൊക്കെ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ നമ്മൾ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ വൈരാഗ്യത്തെക്കുറിച്ച് മാത്രം ഉള്ള ഒരു ഗ്രന്ഥമാണ് യോഗവാസിഷ്ടം. അത് വൈരാഗ്യ പ്രകരണമാണ്. അത് വൈരാഗ്യത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. മറ്റൊന്ന് ഭർതൃഹരിയുടെ വൈരാഗ്യ ശതകം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. അതൊക്കെ ലഭ്യമാണ്. അതിൽ വൈരാഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ സ്വഭാവങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം സവിസ്തരം വിശദീകരിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. ഈ അപരവൈരാഗ്യമാണ് സംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത്. ഈ സംപ്രജ്ഞാത സമാധിൻ്റെ തലത്തിലേക്ക് നമ്മൾ എത്തിച്ച്, അപ്പം സമാധി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് സമാധി അവസ്ഥ എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയും.